വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോസിലൂടെ പറയാൻ പോകുന്നത് 4 വർഷത്തെ BSc നഴ്സിംഗിന്റെ ഫീസാണ്. അതായത് സെൽഫ് ഫിനാൻസിങ്, സിമറ്റ്, CPAS, AMC, FNCK, PNC, മാക്കിലുള്ള ഫീസ് സ്ട്രക്ചർ ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം 10% ഫീസ് ഈ വർഷം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഫീസ് സ്ട്രക്ചർ വരുന്നത് എന്നതിനെ പറ്റിയാണ് ഇന്ന് നമ്മുടെ വീഡിയോ. അതുപോലെ തന്നെ NRIക്കും എങ്ങനെയാണ് ഫീസ് സ്ട്രക്ചർ വരുന്നത്, അതിൻ്റെ കൂടെ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം, അഡ്മിഷൻ ഓൾറെഡി എടുത്തു നിൽക്കുന്ന കുട്ടികൾ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ AMCS, FNCKയിലോട്ടോ PNC, മാക്കിലോട്ടോ മാറാൻ നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള കുറച്ച് ടിപ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സ്. നിങ്ങൾ ഈ ടിപ്സ് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ അഡ്മിഷൻ പോവുകയും ചെയ്യും, നിങ്ങളുടെ ക്യാഷും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും, എക്സ്ട്രാ ക്യാഷ് കൊടുത്ത് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടും വരും. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ബാക്കി ഇനി സ്പോട്ടിന് പങ്കെടുക്കണമോ എന്നതൊക്കെ ചിന്തിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ വർഷത്തെ BSc നഴ്സിംഗ് സെൽഫ് ഫിനാൻസ് കോളേജസിലെ 4 വർഷത്തെ ഫീസ് സ്ട്രക്ചർ ആണ് പറയാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ഇയർ ട്യൂഷൻ ഫീ ആയിട്ട് വരുന്നത് 80,300 രൂപയായിരുന്നു. അതുപോലെ സ്പെഷ്യൽ ഫീ ആയിട്ട് വരുന്നത് 23,000 ആണ്. പിന്നെ കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് വരുന്നത് 10,000 റുപ്പീസ് ആണ്. ഇത് നിങ്ങൾക്ക് 4 വർഷത്തെ പഠനത്തിന് ശേഷം തിരിച്ചു കിട്ടുകയും ചെയ്യും. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഓൾറെഡി നമ്മൾ 25,000 റുപ്പീസ് ടോക്കൺ ഫീ അടിച്ചല്ലോ എന്നതായിരിക്കും. ഈ ടോക്കൺ ഫീ അടച്ചത് നിങ്ങൾക്ക് ട്യൂഷൻ ഫീയിൽ നിന്നും കുറച്ച് തരുന്നതായിരിക്കും കേട്ടോ. അതിനുശേഷം ബാക്കി വരുന്ന ഫീസ് ആയിരിക്കും നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇത്ര മാത്രമാണോ ഫസ്റ്റ് ഇയറിലെ ഫീസ് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷെ അല്ല, നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ട്യൂഷൻ ഫീ, സ്പെഷ്യൽ ഫീ, അതുപോലെ കോഷൻ ഡിപ്പോസിറ്റ്, ഇതെല്ലാം ചേർത്തിട്ട് 1,13,300 രൂപയാണ് ആകുന്നത്. പക്ഷേ ഇത് കൂടാതെ കുറച്ച് ഫീസും കൂടി നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. AMC, FNCK, PNC, മാക്കിലെ ഫീസ് സ്ട്രക്ചർ ഞാൻ പറഞ്ഞപ്പോൾ കണ്ടിട്ടുള്ള വീഡിയോസിലുള്ള കുട്ടികൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. നമ്മൾ ബുക്കിന്റെ ഫീ ഉണ്ട്, അതൊരു 4,000 to 5,000 വരാൻ ചാൻസ് ഉണ്ട്. യൂണിഫോമിന്റെ ഫീ 6,000 to 7,000 റുപ്പീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഫീസ് കോളേജസ് വാങ്ങുന്നുണ്ട്. അതായത് അത് മെഡിക്കൽ ഇൻഷുറൻസ്, മെഡിക്കൽ ചെക്കപ്പ് എന്നീ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഫീസ് അവർ വാങ്ങാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മാക്സിമം 10,000 റുപ്പീസ് വരാനുള്ള ചാൻസുകൾ ഉണ്ട്. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 22,000 റുപ്പീസ് എക്സ്ട്രാ ആയിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ 1 ഇയറിലെ ഫീ എന്ന് പറയുന്നത് 1,33,200 റുപ്പീസ്. ഇത്രയും ഫീ നിങ്ങൾ എന്തായാലും കരുതി വെക്കണം. അതുപോലെ കുറച്ച് കോളേജസിൽ ഇതിൽ എക്സ്ട്രാ വാങ്ങുന്നുണ്ട്, അതിന്റെ ആവശ്യമില്ല. മാക്സിമം ഇത്രയും ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരുള്ളൂ. ചില കോളേജസ് മിസലേനിയസ് ഫീ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അത് എന്തിനാണ് വാങ്ങുന്നത് ഇതൊക്കെ നിങ്ങൾ അങ്ങോട്ട് ചോദിക്കണം. അതായത് നിങ്ങൾ ചോദിക്കാതെ നിങ്ങൾ ഫീ കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ വാങ്ങി വെക്കുക തന്നെയാണ് ചെയ്യുന്നത്. എന്തിനൊക്കെയാണ് ഫീ വാങ്ങുന്നത് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ അവർ പറയാം ലാബിന്റെ ഫീ ഉണ്ട്, അങ്ങനെയുള്ള ഫീസും കാര്യങ്ങളാണ് വാങ്ങുന്നതെന്ന് പറയാം. അതുപോലെ ഈ ഹോസ്റ്റല് കുട്ടികൾ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചില കോളേജസ് 1 വർഷത്തെ ഫീസ്, അതായത് ഹോസ്റ്റൽ അക്കോമഡേഷൻ പ്ലസ് ഫുഡിന്റെ ചാർജ് ആയിട്ട് വരുന്നുണ്ട്. അത് 1 വർഷത്തേക്ക് വാങ്ങുന്ന കോളേജസും ഉണ്ട്. മാസം തോറും ഹോസ്റ്റൽ ഫീസ് അടയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോളേജസും ഉണ്ട്. അത് നിങ്ങളുടെ കോളേജ് ബേസ് ചെയ്തിട്ടാണ് അത് വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങളുടെ ട്രാവൽ എക്സ്പെൻസും അതിൽ ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയയിലാണ് ഫീസ് സ്ട്രക്ചർ വരുന്നത്. കുറെ കുട്ടികൾ ചോദിച്ചതാണ് ഫീസ് സ്ട്രക്ചർ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ CPAS, സിമറ്റ്, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജസ്, AMCS, FNCK, PNC, മാക്ക്, ഇവിടെ എല്ലാം സെയിം ഫീസ് ആണ്. ചെറിയ എന്തെങ്കിലും വേരിയേഷൻ വന്നാലേ ഉള്ളൂ. ഇവിടെ എങ്ങും ഡൊണേഷനും ഇല്ല. ഈ റേഞ്ച് ഓഫ് ഫീ തന്നെയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാം എന്താണ് അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ചിന്തിക്കാം. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ AMC, FNCK ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ നമ്മളെല്ലാവരും അപേക്ഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് കിട്ടാത്ത പക്ഷം ഈ AMC, FNCKയിൽ വരുന്ന കുറച്ച് ക്രിസ്ത്യൻ ആൾക്കാർക്ക് കൂടുതൽ റിസർവേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു വാതിൽ തുറന്നിട്ടേക്കുവാണ്. അതാണ് AMCS, FNCK എന്ന് പറയുന്നത്. അത് ഇവിടെയൊന്നും ഒരു ഫീ ഡിഫറൻസും കാര്യങ്ങളും ഇല്ല. പിന്നെ വരുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഫെസിലിറ്റീസ് ആണ്. നമുക്ക് അപ്രൂവലും കാര്യങ്ങളും ഉണ്ടെന്നാൽ പോലും ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും. ചിലപ്പോൾ ചില കോളേജസിന് സ്വന്തമായ ഹോസ്പിറ്റൽസ് ഇല്ലാത്ത കോളേജസ് ഉണ്ടാവും.
അതുപോലെ ഹോസ്പിറ്റൽസ് സ്വന്തമായിട്ട് ഇല്ലാത്ത കോളേജസും ഉണ്ടാവും. അങ്ങനെയുള്ള കോളേജസിലെ സ്റ്റുഡൻസിനെ അവർ വേറെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലോട്ടോ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ടോ ഒക്കെ ആയിരിക്കും പോസ്റ്റിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്നത്. അതുപോലെ സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ ഒരു 11,000 ഡിഫറൻസ് മാത്രമേ കാണൂ. ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിനേക്കാളും കുറയുന്നത് രീതിയിൽ മാത്രമേ കാണുള്ളൂ. ഒരു സെക്കൻഡ് ഇയറിൽ 1,23,000, തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും ഒക്കെ 1,23,000 വരാനുള്ള ചാൻസ് ആണുള്ളത്. പിന്നെ ചില കോളേജസ് യൂണിയൻ ഫീ എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങാറുണ്ട്. പിന്നെ പ്രോഗ്രാംസിന്റെ ഫീ, അതൊക്കെ നിങ്ങൾ കയറി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പ്രോഗ്രാംസ് വരുമ്പോൾ നമ്മൾ സ്കൂൾസിൽ ഇപ്പോൾ ഓണം സെലിബ്രേഷന് നമ്മൾ ക്യാഷ് ഇടത്തില്ലേ, അതുപോലെ പ്രോഗ്രാംസിന് ചിലപ്പോൾ നിങ്ങൾ ക്യാഷ് ഇടേണ്ടതായിട്ട് വരും. ഗ്രാജുവേഷൻ സെറമണിക്ക് നിങ്ങൾ ക്യാഷ് ഇടേണ്ടതായിട്ട് വരും. അങ്ങനെ പല രീതിയിൽ ക്യാഷുകൾ പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹോസ്റ്റല് ബോയ്സ് പല കുട്ടികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ കോളേജസും ബോയ്സിന് ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷെ ഗേൾസിന് എല്ലാ കോളേജസും മിക്ക കോളേജസും ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഹോസ്റ്റലിൽ നിൽക്കാൻ താല്പര്യം ഇല്ലാത്ത കുട്ടികൾ PGക്ക്, അതായത് പേയിങ് ഗസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ട്രാവൽ എങ്ങനെയാണെന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ കോളേജിന്റെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കാണ് എന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ ബസ് ഉണ്ടാവും. അവരുടെ തന്നെ ബസ്സിൽ കോളേജസിൽ കൊണ്ടുപോകും. പോസ്റ്റിംഗ് ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക ഒക്കെ ചെയ്യുന്നതായിരിക്കും. പക്ഷേ പേയിങ് ഗസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതുപോലെ ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വേണം നിങ്ങൾ പേയിങ് ഗസ്റ്റ് ആയിട്ട് നിൽക്കേണ്ടത്. അതുപോലെ അതിന്റെ എക്സ്പെൻസ് ഹോസ്റ്റലിനേക്കാളും കൂടുതലായിരിക്കും. നിങ്ങൾ ഫുഡ് ഏത് രീതിയിലാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ പുറത്തുനിന്ന് മേടിച്ചാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ കുക്ക് ചെയ്താണ് കഴിക്കുന്നത്, അപ്പൊ അതിന്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ മീറ്റപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 വർഷത്തില് 8 ലക്ഷം രൂപയോളമാണ് BSc നഴ്സിംഗ് പഠിച്ചിറങ്ങാൻ വേണ്ടി നിങ്ങൾ കരുതി വെക്കേണ്ട ഒരു ഫീ എന്ന് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെയാണ് ഫീ എന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ AMCS, FNCK, PNC, MACലൊക്കെ ഇതേ സെയിം ഫീ ആണ്. ഇവിടെ ഒന്നും നിങ്ങൾ ഡൊണേഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. അതുപോലെ തന്നെ ഇതിന് ഉപരിയായിട്ട് ഏതെങ്കിലും കോളേജസ് ഫീസ് വാങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്തിനാണ് എന്ന് നിങ്ങൾ ചോദിക്കണം. ചോദിക്കാതിരുന്നാൽ അവർ ഫീ വാങ്ങുക തന്നെയായിരിക്കും ചെയ്യുന്നത്. ചില കോളേജസ് ആവശ്യമില്ലാതെ കുറെ ഫീകൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചോദ്യം ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെയായിരിക്കും ക്യാഷ് പോകുന്നുണ്ടാവുക. ഇനി അടുത്ത NRI സീറ്റിനുള്ള കുട്ടികളുടെ കാര്യം പറയാം. ഇവർക്ക് 25,000 ആണ് ഇതിലെ ഡിഫറൻസ്, അതായത് കൂടുതലായിട്ട് വരുന്നത്. ചില കോളേജസ് ഡൊണേഷൻസ് NRI സീറ്റ് മെറിറ്റ് വഴി കിട്ടിയാലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് വരുന്ന ഫീ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ 1,04,500 rupees ആണ് വരുന്നത്. അപ്പോൾ ഡൊണേഷൻ മിക്ക കോളേജസിലും ചോദിക്കാറുമുണ്ട്, ചോദിക്കാത്ത കോളേജസും ഉണ്ട്. അതായത് മെറിറ്റിൽ കിട്ടിയാൽ പോലും ഡൊണേഷൻ ചോദിക്കുന്ന കോളേജസ് ഉണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ സിമറ്റിലും CPASലും ഒക്കെ സെയിം ഫീസ് ആണ്. ഫെസിലിറ്റീസിനാണ് ഡിഫറൻസ് വരുന്നുണ്ടാവുക. ഇനി അടുത്ത ഫീ എക്സ്ട്രാ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി സ്കോളർഷിപ്പിന്റെ കാര്യത്തിലേക്ക് വരാം. സ്കോളർഷിപ്പ് SC, ST, OEC കുട്ടികൾക്ക് E-grants കിട്ടും. കറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ E-grants കിട്ടും എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാനുള്ള കാര്യമാണ്. പക്ഷേ ബാക്കി OBC, ജനറൽ കാറ്റഗറി, ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്, അവർക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി E-grant സ്കോളർഷിപ്പിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്രൈറ്റീരിയ ഉള്ള കുട്ടികൾക്ക് കിട്ടും. പക്ഷെ ചില കോളേജസ് കൊടുക്കില്ല. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചോദ്യം ചെയ്താലും കൊടുക്കാത്ത കുറെ കോളേജസ് ഉണ്ട്. അത് നമ്മുടെ ക്രൈറ്റീരിയാസ് ഉണ്ടെങ്കിലും കൊടുക്കാത്ത കുറെ കോളേജസ് ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ചോദ്യം ചെയ്ത് കിട്ടുകയാണ് എന്നുണ്ടെങ്കിലാണ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ളത്. അത് ഞാൻ പറയാൻ വേണ്ടി ഒന്നുകൂടി വന്നതാണ്. കാരണം പല കോളേജസും ഇപ്പൊ കൊടുക്കുന്നില്ല. ഇപ്പൊ മാത്രമല്ല, മുന്നേയും കഴിഞ്ഞ വർഷങ്ങളിലൊന്നും OBCക്കാർക്കൊന്നും കൊടുക്കുന്നില്ല. ക്രൈറ്റീരിയ ഉള്ള കുട്ടികൾക്ക് പോലും കൊടുക്കുന്നില്ല. അത് അവര് തന്നെ തീരുമാനിക്കുന്നതാണ്. ചിലപ്പോൾ ചില കോളേജസ് അവർക്ക് ആ ഒരു ഫണ്ട് കറക്റ്റ് കിട്ടുന്നില്ല എന്നതുകൊണ്ടും ആ ഒരു ബിസിനസ് രീതിയിലൊക്കെ സ്കോളർഷിപ്പ് കൊടുക്കാത്ത കോളേജസ് ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ പലരും ചോദ്യം ചെയ്യില്ല. കാരണം ഓൾറെഡി അഡ്മിഷൻ എവിടെയെങ്കിലും കിട്ടിയാൽ മതി, എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന കുട്ടികൾ, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കാത്ത കുട്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പലരും ചോദ്യം ചെയ്യാത്തത് കൊണ്ട് വർഷങ്ങളായിട്ട് പല രീതിയിലും ഈ സ്കോളർഷിപ്പ് കട്ട് ചെയ്താണ് പൊക്കോണ്ടിരിക്കുന്ന പല കാറ്റഗറി സ്റ്റുഡൻസിനും. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അഡ്മിഷൻ ഇപ്പോൾ എടുത്ത കുട്ടികളുണ്ടാവും, ഫീ മുഴുവനായിട്ട് 1 ഇയറിലെ ഫീ മുഴുവനായിട്ട് കൊടുത്ത കുട്ടികൾ ഉണ്ടാവും. ഇനി എടുക്കാൻ പോകുന്ന കുട്ടികളും ഉണ്ടാവും. ഇവര് കേൾക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാണ്. അതായത് അഡ്മിഷൻ എടുക്കാൻ നിൽക്കുന്ന കുട്ടികളും അഡ്മിഷൻ എടുത്ത കുട്ടികളും. അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് ചിലപ്പോൾ ആ കോളേജ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. എന്നിട്ടും അഡ്മിഷൻ എടുത്ത് NOC വാങ്ങി സ്പോട്ട് അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി നിങ്ങൾ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ തേർഡ് അലോട്ട്മെന്റ് കോളേജ് അവിടെ ക്യാൻസൽ ആവുകയും സ്പോട്ട് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജിൽ നിങ്ങൾ ഉറപ്പായിട്ടും അഡ്മിഷൻ എടുക്കണം എന്നത് നിർബന്ധവുമാണ്.
പക്ഷേ നിങ്ങൾ സ്പോട്ട് അലോട്ട്മെന്റിൽ ഓപ്ഷൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഇഷ്ടമില്ലാത്ത കോളേജ് ഓപ്ഷൻ വെക്കരുത്. കാരണം ആ ഒരു ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമില്ലാത്ത കോളേജിലാണ് നിങ്ങൾക്ക് പിന്നെയും കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കണം എന്നുള്ളത് ലാസ്റ്റ് ഒരു ചാൻസ് ആയിട്ട് മാറുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്പോട്ട് അലോട്ട്മെന്റിലേക്ക് പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ടോക്കൺ ഫീ മാത്രമേ കോളേജിലേക്ക് ട്രാൻസ്ഫർ ആകുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ ഓൾറെഡി അഡ്മിഷന് വേണ്ടി അടച്ച ഫീസ് ഉണ്ടല്ലോ, ഇതെല്ലാം കോളേജിലേക്കല്ല ട്രാൻസ്ഫർ ആകുന്നത്. നിങ്ങളുടെ ഡോക്യുമെന്റ്സും കോളേജിലേക്ക് അവർ പോസ്റ്റ് വഴി അയക്കുന്നതല്ല. അതുപോലെ നിങ്ങളിപ്പോൾ അഡ്മിഷൻ എടുത്ത ഫീ നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ നിങ്ങൾ അടുത്ത അഡ്മിഷൻ പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഫീ ഇല്ല എന്നുണ്ടെങ്കിൽ കിട്ടിയ അഡ്മിഷൻ നിങ്ങളിൽ പോകും. അപ്പോൾ എക്സ്ട്രാ ഫീ ഇങ്ങനെയുള്ള കുട്ടികൾ കയ്യിൽ ഉണ്ടാകണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫീ തിരിച്ചു കിട്ടാനുള്ള ഒരു ഡിലേ ഉണ്ടാകും. പെട്ടെന്ന് കിട്ടണം എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പൊ സ്പോട്ട് അഡ്മിഷന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പെട്ടെന്നായിരിക്കും നിങ്ങളടുത്ത് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറയുന്നത് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് അടയ്ക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ ഫീസ് ഉണ്ടാകണം. ഇപ്പോൾ എവിടെന്നെങ്കിലും ഒപ്പിച്ചിട്ടൊക്കെ ഒരു അഡ്മിഷന് വേണ്ടി ഫീ കൊടുത്ത കുട്ടികൾ ഉണ്ടാകാം. അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. സ്പോട്ട് അലോട്ട്മെന്റിൽ നിങ്ങൾ റിസ്ക് എടുത്താണ് കയറുന്നത്. അതായത് നിങ്ങളുടെ കയ്യിൽ ഇനിയും എക്സ്ട്രാ ഫീ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യരുത്. നിങ്ങൾ കിട്ടിയ അഡ്മിഷനിൽ തന്നെ മുന്നോട്ട് തുടരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഒട്ടും താല്പര്യമില്ല, എനിക്ക് സ്പോട്ടിൽ കയറിയേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറാം. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ആ സമയത്ത് അഡ്മിഷൻ എടുക്കാനുള്ള ഫീസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. അവർ പറയുന്ന ടൈമിൽ അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഫീസ് ഇല്ലാത്തത് കൊണ്ട് അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ അവിടെ ക്യാൻസൽ ആയി പോകുന്നതായിരിക്കും. അടുത്ത കുട്ടിക്ക് അവിടെ ഒരു ചാൻസ് വരുന്നതും ആയിരിക്കും കേട്ടോ. അത് ശ്രദ്ധിക്കണം. പല കുട്ടികളും ആ ഒരു സമയത്ത് പെട്ടുപോകാറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളടുത്ത് നേരത്തെ പറയുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം വേണമെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ടോളൂ. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു തരാം. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഒന്നുകൂടി പറഞ്ഞു തരുന്നത്. വീഡിയോ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം വെച്ചിട്ട് മാത്രം അഡ്മിഷൻ കിട്ടാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അഡ്മിഷൻ അതായത് അലോട്ട്മെന്റ് കിട്ടിയിട്ടും ഫീ കിട്ടാത്തത് കാരണം, ഫീ ഇല്ലാത്തത് കാരണം അഡ്മിഷൻ എടുക്കാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അതുപോലെ അഡ്മിഷൻ കിട്ടി നിങ്ങൾ ഫീയും കൊടുത്തതിന് ശേഷം വെറുതെ ആ സീറ്റ് കളയാൻ വേണ്ടി നിൽക്കരുത്. അപ്പോൾ സ്പോട്ട് അഡ്മിഷന് വേണ്ടി പോകുന്ന കുട്ടികൾ അവർ പറയുന്ന ടൈമിൽ അഡ്മിഷൻ എടുക്കാനുള്ള ഫീസ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതായത് എക്സ്ട്രാ ഫീസ് നിങ്ങൾ ഓൾറെഡി 1 ലക്ഷം അടച്ചിട്ടുണ്ട്, അത് ട്രാൻസ്ഫർ ആകും എന്ന് വിചാരിക്കരുത്. അത് നിങ്ങളുടെ അക്കൗണ്ടിലാണ് വരുന്നത്. അതിന് ചിലപ്പോൾ കാലതാമസം എടുക്കാം, ചിലപ്പോൾ കാലതാമസം എടുക്കാതിരിക്കാം. ഏതെങ്കിലും നിർഭാഗ്യവശാൽ കാലതാമസം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ വേറെ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ആയി പോകും. ഇനി സ്പോട്ട് അലോട്ട്മെന്റിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ കിട്ടും. പക്ഷേ സ്പോട്ട് അലോട്ട്മെന്റിൽ കിട്ടിക്കഴിഞ്ഞാൽ തേർഡ് അലോട്ട്മെന്റ് ക്യാൻസൽ ആകും. പിന്നെ സ്പോട്ട് അലോട്ട്മെന്റിൽ സമയത്തിന് ക്യാഷ് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെന്റും ക്യാൻസൽ ആകും. സീറ്റ് മൊത്തത്തിൽ ക്യാൻസൽ ആകും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത വർഷത്തെ LBS BSc നഴ്സിംഗിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത് ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. ഞാൻ പറഞ്ഞത് സ്പീഡായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ലോ മോഷനിൽ നമ്മുടെ പ്ലേ ബാക്ക് സ്പീഡ് ഒന്ന് കുറച്ചിട്ടിട്ടും കേൾക്കുക. ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് എടുത്തിട്ട് പറയുന്നത്. ഞാൻ ഈ വീഡിയോ തന്നെ ഇത് 2ാമത്തെ പ്രാവശ്യമാണ് പറയുന്നത്. ദയവ് ചെയ്ത് ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം മാത്രം നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കുക. ഇനി നമ്മുടെ ഓഗസ്റ്റ് 20-ന് ശേഷമാണ് AMC FNCK PNC MACന്റെ രജിസ്ട്രേഷൻ കഴിയുന്നത്. അപ്പോൾ അതിനു മുന്നേ രജിസ്റ്റർ ചെയ്യാത്തവർ രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതല്ല. ഇനി പാരാമെഡിക്കലും കാര്യങ്ങളും എല്ലാം ഓഗസ്റ്റ് 20-ന് ശേഷം. സ്പോട്ട് അലോട്ട്മെന്റിന്റെ ഡേറ്റ് ഓഗസ്റ്റ് 20-ന് ശേഷമാണ്. അതുപോലെ തന്നെ നമ്മുടെ കോളേജിൽ ഇനി ഏതൊക്കെ വാക്കൻസി ഉണ്ടെന്ന് അറിയുന്നത് ഓഗസ്റ്റ് 20-ന് ശേഷമാണ്. വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇൻഫർമേഷൻസ് ഉടനടി പാസ് ചെയ്യുക. അതുപോലെ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു.